വിശദമായ വാർത്തകളിലേക്ക് അഴിമതിയും ജനവിരുദ്ധ നയങ്ങളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു പോകുന്നത് ശക്തമായ ദേശീയ പ്രസ്ഥാനങ്ങളുടെ അഭാവം മൂലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. പുത്തൻ സങ്കേതം ഉദയ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കെ.സി. പിള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടെസൽ കമ്പനി കൊടുക്കാനുണ്ടായിരുന്ന 50 കോടിയിൽ 36 കോടിയും അവർക്ക് ഇളവ് ചെയ്തു കൊടുത്തു. ആര്? സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി. ഇത് സംബന്ധിച്ച് ഞാൻ ആക്ഷേപം ഉന്നയിക്കുകയും ഇതിനെക്കുറിച്ചൊരു CBI അന്വേഷണത്തിന് സന്നദ്ധമാണോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അസംബ്ലിയിൽ 4 ദിവസമായിട്ടും മിണ്ടാട്ടമില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകട്ടെ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പരാമർശിച്ചിരുന്നു, മുഖ്യമന്ത്രിക്ക് കൂട്ടുനിന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയെപ്പറ്റി. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന്. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല എന്ന്. അദ്ദേഹം അറിഞ്ഞതാണ്. അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചപ്പം ഞാൻ അദ്ദേഹം വഹിച്ച മന്ത്രിസ്ഥാനത്തെപ്പറ്റി പറഞ്ഞതിലൊരു പെശക് പറ്റി. ജലവിഭവ വകുപ്പ് മന്ത്രി എന്നുള്ളതിന് പകരം മറ്റൊരു പേരാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളത് തെറ്റി എന്നുള്ളതല്ലാതെ അദ്ദേഹം മന്ത്രിയായിരുന്നു, ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹവും മുഖ്യമന്ത്രിയുടെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. അഴിമതി നടത്തുന്നതിന് ഒരു കൂസലുമില്ലാത്ത ഭരണാധികാരിയായി ഉമ്മൻചാണ്ടി മാറി. ടെസിൽ കെമിക്കൽസ് KSEBക്ക് നൽകേണ്ട 36 കോടി രൂപ ഇളവ് ചെയ്തത് സംബന്ധിച്ച് താൻ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് ധൈര്യമുണ്ടെങ്കിൽ CBI അന്വേഷണത്തിന് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തയ്യാറാകണമെന്ന് VS ആവശ്യപ്പെട്ടു. ശക്തമായ പ്രസ്ഥാനത്തിന്റെ കുറവ് മൂലം ഭരണവർഗം അഴിമതിയും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ടെസിൽ കമ്പനി അഴിമതിയെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മിണ്ടാട്ടമില്ല. അഴിമതിക്ക് കൂട്ടുനിന്ന തിരുവഞ്ചൂർ താൻ ഈ നാട്ടുകാരനല്ലെന്ന നിലപാടിലാണ്. ഭക്ഷ്യവിതരണ രംഗത്തെ പിടിപ്പുകേടും വിലക്കയറ്റവും ജനത്തെ ക്ലേശകരമായ സ്ഥിതിയിലേക്ക് തള്ളിവിടുകയാണെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. ജനപക്ഷത്തെ ശക്തിപ്പെടുത്തുന്ന മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ആളാണ് K.C. പിള്ളയെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. C. ദിവാകരൻ MLA അധ്യക്ഷനായിരുന്നു. ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻമന്ത്രി N.K. പ്രേമചന്ദ്രൻ, N. പീതാംബരക്കുറുപ്പ് MP, CPI ജില്ലാ സെക്രട്ടറി R. രാമചന്ദ്രൻ, ചവറ KS. പിള്ള, ഗംഗാധരൻ പിള്ള, നാരായണ പിള്ള, I. ഷിഹാബ് എന്നിവർ സംസാരിച്ചു.